ലീഡേഴ്സ് സ്പീക്കിങ്ങിൽ മറ്റൊരു അതിഥിയാണ് നമ്മോടൊപ്പം ചേരുകയുന്നു. അഡ്വക്കേറ്റ് PM നിയാസ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ വലിയ ഭൂരിപക്ഷം നേടി, വൻ വിജയം നേടി. അപ്പോൾ അതിൻ്റെയൊക്കെ മുൻനിരയിൽ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പിൻനിരയിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്ത ആളെയാണ് നമ്മൾ തേടിയെത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, അഡ്വക്കേറ്റ് PM നിയാസ് ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം യുവനിരയെന്നോ അല്ലെങ്കിൽ സീനിയറെന്നോ അല്ല, അതിലുപരി വലിയൊരു ശക്തിയായി കോൺഗ്രസിനെ നയിച്ചിരുന്നു. അതിൻ്റെ കഥകളൊക്കെ നമുക്ക് കേൾക്കാം. എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിട്ടാണ് ഈ വിജയം ഇപ്പോഴുള്ള മധുരം നേടിയെന്നുള്ളത് നമുക്ക് കേൾക്കണ്ടേ. എന്തായാലും ലീഡേഴ്സ് സ്പീക്കിങ്ങിൽ അഡ്വക്കേറ്റ് PM നിയാസ്. വിജയത്തെ ആഘോഷിക്കുന്നു എല്ലാവരും, അതോടൊപ്പം എൻ്റെ പിന്നിലുള്ള കഥയൊക്കെ കേൾക്കാനും ആഗ്രഹമുണ്ട്. അപ്പോൾ കേട്ടതൊക്കെയും എന്താണ്, അതിനപ്പുറമുള്ള സത്യങ്ങൾ അല്ലെ അതിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങൾ, അതിനൊക്കെ എങ്ങനെ നേരിട്ടത്, അത് നമുക്ക് വിജയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് വിജയം ഉണ്ടായത്? 2021 നമുക്ക് ഈ വിജയം ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമായി നമുക്ക് അന്ന് ഉണ്ടായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മഹാമാരിയുടെ കാലം, കോവിഡിൻ്റെ കാലം, നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്കുണ്ടായ പ്രയാസങ്ങൾ. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ അക്കാര്യത്തിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു വലിയ ശക്തിയാണ് എന്നുള്ള ധാരണ ജനങ്ങളിലേക്ക് വരുത്തുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം തിരിച്ചറിഞ്ഞത്, ഇങ്ങനെ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ പോലും പാർട്ടിയെ നന്നായി കൊണ്ടു നടക്കണമെങ്കിൽ സംഘടനാശേഷി നന്നാക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി കോഴിക്കോട് ജില്ലയിൽ, നേരത്തെയൊക്കെ കോഴിക്കോട് ജില്ലയിലൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിൽ 26 ബ്ലോക്ക് കമ്മിറ്റികളും വളരെ സജീവമാക്കി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സജീവമാക്കി, പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ജയന്തും, അത് ഇപ്പോൾ ഒടുവിൽ വന്ന KPCC സെക്രട്ടറി വന്നിട്ടുള്ള വിദ്യ ബാലകൃഷ്ണൻ, അതേപോലെ തന്നെ N സുബ്രഹ്മണ്യൻ, KC അബു, അങ്ങനെ എല്ലാ ആളുകളെയും ഒറ്റക്കെട്ടായി നമ്മൾ അണിനിരത്തി. MK രാഘവൻ്റെ ശക്തമായ നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. അതിൻ്റെ ഫലമായാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ നേട്ടമുണ്ടായത്. കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും നമ്മൾ വിജയത്തിന് തൊട്ടടുത്തെത്തി. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ വിജയം നമുക്ക് റിമാർക്കബിളായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും, എന്തിനേറെ ജില്ലാ പഞ്ചായത്ത് പോലും ചരിത്രത്തിലാദ്യമായി നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഞങ്ങൾക്കൊരു വലിയ കോൺഫിഡൻസ് വരുത്തി. ആ കോൺഫിഡൻസിലും ഞങ്ങൾക്കറിയാം, ഇത് മതിമറന്നു പോയാൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകും. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഉണ്ടായ പോലെ, കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഒരു സിനിമാ താരത്തിനെ കൊണ്ട് നിർത്തി. അങ്ങനെ ഒത്തിരി ഇഷ്യൂ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായി. അതുപോലെ എലത്തൂരിൽ നമ്മൾ മറ്റൊരു ഘടകകക്ഷി കൊടുത്തു. ഘടകകക്ഷി അത് എല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. അതൊന്നും ഉണ്ടാവരുതെന്നുള്ള ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ നേതൃത്വത്തെ ഏൽപ്പിച്ചു. അപ്പോൾ യോജിച്ച സ്ഥാനാർത്ഥിത്വം വേണമെന്ന് ഒരു കൃത്യമായത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അപ്പോൾ കൂടുതൽ ഒരു സീറ്റിന് 2 ആളോ 3 ആളോ വരുമ്പം ബാക്കിയുള്ള ആളുകളെ മാറി നിൽക്കാൻ കഴിയണം. അത് ഞാൻ തന്നെ ആദ്യത്തെ മാതൃക കാണിച്ചു. ഞാൻ തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു വർഷം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും അതനുസരിച്ചൊരു മാറ്റം ഉണ്ടാവുകയും എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചു. അത് നമുക്കൊരു കാര്യം. രണ്ടാമത്, നമ്മൾ ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം അത് ഊഷ്മളമാക്കി. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാൽ സാധാരണഗതിയിൽ ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത് മുന്നോട്ട് കൊണ്ട് കേരളത്തിലാണെങ്കിൽ എനിക്ക് ഇത്തവണ ചുമതല കോഴിക്കോട് മാത്രമായിരുന്നില്ല. കേരളത്തിലെ KPCCയുടെ AICCയുടെ നേതൃത്വത്തിലുള്ള വാർ റൂമിൻ്റെ ചുമതലയാണ്. 140 നിയോജകമണ്ഡലത്തിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ള ചുമതലയായിരുന്നു കഴിഞ്ഞ 3-3.5 മാസക്കാലം ഞാൻ തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങളൊരു കാര്യം ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഇലക്ഷനിലുണ്ടായ ഒരു ഗുണം ഒറ്റക്കെട്ടായ പ്രവർത്തകരുടെ യോജിച്ച ഐക്യമാണ്. അത് ഒരിക്കലും അതിന് പ്രയാസം ഉണ്ടാകരുതെന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും ഏറ്റവും പ്രബലമായി തെരഞ്ഞെടുപ്പിൽ എന്താ നമുക്കുണ്ടാകുന്നത്? നേതൃത്വം വളരെ നന്നാവും, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും നന്നാവും. പക്ഷേ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും അതിന് താഴേക്ക് മണ്ഡലത്തിൽ വരുമ്പോഴും അതിന് താഴേക്ക് ബൂത്തിൽ വരുമ്പോഴും നമുക്ക് നാഥനില്ല കളരിയാവും. അപ്പോൾ ഇത്തവണ നമ്മൾ 30,000-ഓളം വരുന്ന SIR വന്നപ്പോഴാണ് 30,000 ആയത്. 30,000-ഓളം വരുന്ന ബൂത്തുകളിൽ പുനഃസംഘടന ഒരു വലിയ വൈതരണിയായിരുന്നു. ജനുവരിയിലാണ് പുതിയ ബൂത്തുകൾ വന്നത്. ആ ജനുവരിയിൽ വന്ന് ഞങ്ങളൊരു ഒരൊറ്റ മാസം കൊണ്ട്, അതായത് ഫെബ്രുവരി പകുതിക്ക് മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും പുനഃസംഘടന ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ പുനഃസംഘടന നടത്തിയ എല്ലാവർക്കും BLA ഇത്തവണ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തലും അത് 85+ വോട്ട് ചെയ്യലും അവരെ തള്ളിക്കലും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവരെ ശാക്തീകരിച്ച് അവർക്ക് ലീഡർഷിപ്പ് കൊടുത്ത് ഒരു ക്യാമ്പ് കൊടുത്ത് അത് അവരെ നിരന്തരമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു 50-55 പേര് സ്ഥിരമായി ഞങ്ങൾ ഒരു പ്രത്യേകം ഒരു കെട്ടിടത്തിൽ ഞങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനെല്ലാം നേതൃത്വം നൽകിയത് കേരളത്തിലെ ചുമതലയുള്ള ദീപദാസ് മുൻഷിയാണ്. അതോടൊപ്പം തന്നെ ഈ ബാർ റൂമിൻ്റെ ചുമതല ഈ നാഷണൽ
വാർ റൂമിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അർഷാദ് അനന്തം ഉണ്ടായിരുന്നു. അതുപോലെ കൺവീനറായിട്ട് ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു സയ്യിദ് സാക്കിബ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് KPCC ചുമതലപ്പെടുത്തി തന്നെയാണ്. ഞങ്ങളെ സഹായിക്കാൻ നമ്മുടെ ജവഹർ ബാലചന്ദ്രൻ വരുന്നതിൻ്റെ നാഷണൽ ചെയർമാനായിട്ടുള്ള GV ഹരിയും ഉണ്ടായിട്ട് കോർഡിനേറ്ററായി. അപ്പോൾ ഞങ്ങളൊരു നല്ല ടീമായി ഞങ്ങൾ പ്രവർത്തിച്ചു. എല്ലാ ജില്ലകളിലും DCC പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരുമായി നിരന്തരം ബന്ധം പുലർത്തി. അതിലൊക്കെ അപ്പുറമായി ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ബൂത്ത്, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ കാതൽ അടിവേര് ബൂത്താണ്. അപ്പോൾ ബൂത്ത് മുതൽ മുകളിൽ KPCC വരെ AICC വരെ ഞങ്ങളൊരു വലിയ പാലം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു നല്ല കാര്യമായി കാണുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും വോട്ടർ പട്ടിക പേര് നിർത്തുന്ന കാര്യത്തിലാണെങ്കിൽ, അത് കഴിഞ്ഞ് വോട്ടർ പട്ടിക പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവസാനം പെട്ടി, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു എന്താ അതിൻ്റെ ആവശ്യമുണ്ടോ. അങ്ങനെ ഒന്ന് രണ്ട് കോഴിക്കോട് സംഭവം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴുകൂടി കേരളത്തിലെ എല്ലാവരും അലേർട്ടായി. മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, CMP ഉൾപ്പെടെ. ആ സംഭവം എന്തായിരുന്നു എന്ന് ജനങ്ങളോട് ഒന്നുകൂടി പറയാൻ. അത് വാർ റൂമിൽ ചെയർമാൻ നിലയിൽ കോഴിക്കോട് ആ പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ സ്ട്രോങ് റൂം തുറന്നുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണല്ലോ കൂടുതലും നമ്മൾ വിവാദങ്ങൾ അവസാന നിമിഷം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായതും അങ്ങനെ എങ്ങനെയാണ് ആ കേസിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് വളരെ നേരത്തെ ഒരു വിവരം കിട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പ് ശേഷം അട്ടിമറി ഉണ്ടാകും, വോട്ടർ പട്ടിക സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ കയറി തുറന്ന് പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. താങ്കളുടെ ഫോണിൽ ഞാൻ ഇന്ന് ഒരു മെസ്സേജ് അയക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദുബായിലെത്തുന്നു. ദുബായിലെത്തി കഴിഞ്ഞ് ദുബായിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആ മെസ്സേജ് എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന്. ദുബായിലിരുന്നു കൊണ്ട് ഞാൻ അയച്ച മെസ്സേജ്, താങ്കളുടെ ഫോണിലുള്ള മെസ്സേജ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ടെക്നോളജി അത്രയേറെ ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വിസിനിറ്റിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വിസിനിറ്റി അതിൻ്റെ ഒരു ക്ലോസ് സംരക്ഷിത വലയം അത് ഊർജ്ജസ്വലമാക്കണമെന്ന് വിവരം ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യം തീരുമാനിച്ചത്. അപ്പോഴും ഞങ്ങളിത് പറഞ്ഞപ്പോഴും പല മുതിർന്ന നേതാക്കന്മാരും ചില താഴെയുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല, അതെല്ലാം വളരെ സുരക്ഷിതമാണെന്ന്. പക്ഷേ കോഴിക്കോട്, ഞാൻ അന്ന് യാദൃശ്യമായി കോഴിക്കോടുണ്ടായിരുന്നു. അന്ന് കോഴിക്കോടുണ്ടായപ്പോഴാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതുപോലെ തന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ അവരുടെ റൂൾസ് ആൻഡ് കോഡും ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും വിസിനിറ്റിൻ്റെ ഉള്ളിൽ സംസ്ഥാന പോലീസ് വരാൻ പാടില്ല. അതാത് സംസ്ഥാനത്തെ പോലീസോ ഉദ്യോഗസ്ഥരോ ആ വിസിനുള്ളിൽ വരാൻ പാടില്ല. ഞങ്ങളവിടെ കണ്ടത് ഞങ്ങളെ ഞെട്ടിക്കുന്നതാണ്. പുറത്തുനിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ അർദ്ധസൈനിക വിഭാഗവും ഒരു റൂമിൽ ഭക്ഷണം കഴിച്ച് സിഗരറ്റ് വലിച്ച് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ പോയ ഞങ്ങളുടെ നമ്മുടെ JDTയിൽ പോയപ്പോൾ ഞങ്ങളെ പ്രതിനിധികൾ നേരിട്ട് കണ്ട കാര്യമാണ്. മാത്രമല്ല അതിനുള്ളിൽ മുഴുവനും ഉള്ളത് സംസ്ഥാന പോലീസിൻ്റെ ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാരിൻ്റെ CPMകാരായ ഉദ്യോഗസ്ഥരും അവിടെ നിർബാധം അങ്ങ് ഈ അഴിഞ്ഞടുന്ന അവസ്ഥ നമ്മൾ കാണാൻ സാധിച്ചു. അങ്ങനെ മാത്രമല്ല ഒരു കാരണവശാലും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ വില പിടിച്ച ഒരു വാച്ച്, ഏതാണ്ട് 2-2.5 ലക്ഷം രൂപയുടെ വാച്ച് അയാൾ ഈ സ്ട്രോങ് റൂമിനോട് ചേർന്നിട്ടുള്ള ഈ മെറ്റീരിയൽ വെക്കുന്ന റൂമിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ വെച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എൻ്റെ 2.5 ലക്ഷത്തോളം രൂപയുള്ള വാച്ചാണ്, അതെനിക്ക് എടുക്കണം, എനിക്ക് അതില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 40 ദിവസം വന്ന് ഇടവേളയുണ്ടായിരുന്നു. അന്ന് കളക്ടർ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഞാനന്ന് ചീഫ് ഇലക്ഷൻ ഏജൻറ്റാണ്, കഴിഞ്ഞ 2019 ലോക്സഭയിൽ. അപ്പോൾ കളക്ടർ അത് വിളിച്ചു വെച്ചപ്പോൾ കളക്ടറോട് പറഞ്ഞു ഒരു കാരണവശാലും അത് വിസിനിറ്റിയുടെ ഉള്ളിൽ പോലും കടക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വാച്ച് എടുക്കാൻ ഞങ്ങളെല്ലാം സമ്മതിച്ചു. വാച്ച് എടുക്കാൻ പറഞ്ഞാൽ എടുത്ത് പൂട്ടി പുറത്തെത്തിയുള്ളൂ. എടുത്ത് പൂട്ടി ഞങ്ങളെല്ലാം, ഞാൻ ചീഫ് ഇലക്ഷൻ ഏജൻറ്റാണ്, പുറത്തെത്തിയേ ഉള്ളൂ. എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വാച്ച് വെച്ച് പറഞ്ഞത്. പക്ഷേ തുറക്കാനുള്ള സാഹചര്യമില്ല, അനുമതിയില്ല എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴുള്ള നിയമം. അപ്പോൾ അത് എന്തിനാണ് മാറ്റിയത്? ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഡയറി വെച്ച് മറന്നുപോയി. ആ ഡയറി ഈ രാവിലെ 6 മണിക്ക് തുറക്കുമെടുത്താൽ പോരെ? എന്താ ഈ നമ്മുടെ ഒരു റൈറ്റിംഗ് കൊടുക്കാഞ്ഞത്? റൈറ്റിംഗ് കൊടുത്ത് വരാനുള്ള സമയം കൊടുക്കാതിരുന്നത് എന്താ? ഈ സ്ഥാനാർത്ഥി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ ഉള്ളിൽ കയറ്റിയില്ലല്ലോ. ഞങ്ങളവിടെ കയറിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ, താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഡയറി എടുക്കാനാണെങ്കിൽ ആ വന്ന 4 CPMകാരായ ഉദ്യോഗസ്ഥന്മാരുടെയും കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അത്യാധുനികമായ ലാപ്ടോപ്പ്. വന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോൺ പോലും അവിടെ പിടിച്ചു വെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് വിസിനിറ്റിയിൽ വന്നാൽ എന്തെല്ലാം സംഭവിക്കും? അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസായിരുന്നു. ആ ടെസ്റ്റ് അതിനുശേഷം നിങ്ങൾ കണ്ടല്ലോ, പാലക്കാട് കണ്ടല്ലോ,
അതെ, അപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾ ശക്തമായ ഇടപെടൽ കൊണ്ട് വാർ റൂമിലെ ശക്തമായ ഞങ്ങൾ ഇടപെടലും നേരിട്ട് ബന്ധപ്പെടലും ഒക്കെ കഴിഞ്ഞപ്പം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗേൽക്കർ പറഞ്ഞു ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. എന്നിട്ടും പാലക്കാട് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഒരു അനുഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബീഹാറിലും യു പിയിലും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയും ഇതുപോലെ ചെയ്തതുകൊണ്ടാണ് അന്ന് നമുക്ക് പാർലമെൻറ്റ് ഇലക്ഷനിൽ യു പിയിലും ബീഹാറിലുമൊക്കെ നല്ല വോട്ട് വിജയിക്കാൻ സാധിച്ചതെന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് പരാതി ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അത് പരിഗണിക്കുമെന്ന് പറഞ്ഞു. പരിഗണിച്ചത് തള്ളുകയത് കളക്ടർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നേരിട്ട് പ്രവീൺ കുമാറിനെ ബന്ധപ്പെട്ടു അത് ഇനിയിപ്പം ചെയ്യേണ്ട എന്താ പറയുക, അത് റീഓപ്പൺ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതിലൊരു നേട്ടം ഉണ്ടായി. ഞങ്ങളെല്ലാവരും വിജിലൻ്റായി. നേരത്തെ ഞങ്ങൾ ഇരുന്ന ആളുകളും രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങുമായിരുന്നു. ഇത്തവണ ഉറങ്ങാതെ രാവും പകലും ആൾക്കാർ മാറി ഇരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ 4ഉം 5ഉം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് 9-ാം തീയതിയാണ് ഉണ്ടായത്. 13-ാം തീയതി മുതൽ നമ്മൾ കവലിരുന്നു. 12-ാം തീയതിയാണ് മറ്റേ സംഭവം ഉണ്ടായത്. അപ്പോൾ 13-ാം തീയതി പോലെ കവലിരുന്ന മുഴുവൻ സമയങ്ങളിലും ഇപ്പോൾ 4ഉം 5ഉം ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഓരോരോ പ്രതിനിധികളെ കിട്ടി. ആ പ്രതിനിധികൾ മാറി 2 പേര് ഇരുന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യം സംഭവം അല്ലേ? തീർച്ചയായും ഞങ്ങൾക്കൊരു പാഠമാണ്. 2021 ഞങ്ങൾ ഇപ്പം ഞാൻ മത്സരിച്ച സ്ഥലത്ത് ഇപ്പോൾ അരീക്കാടിലെ 1-2 ബൂത്തുകളിൽ എനിക്ക് കിട്ടിയ വോട്ട് എനിക്ക് കിട്ടേണ്ട വോട്ടിൻ്റെ 1/3 പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. അന്ന് ഞങ്ങളോട് ഈ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞു നിങ്ങളെയൊക്കെ തോൽപ്പിച്ചതാണ്. അന്ന് നിങ്ങൾ മനസ്സിലാക്കിയോന്നറിയില്ല, 2021 തെരഞ്ഞെടുപ്പ് പോളിംഗ് വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പോളിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നൈറ്റിൽ പൂർണ്ണമായും കർഫ്യൂ പ്രഖ്യാപിച്ചു. രാത്രിയിൽ എന്തിനാണ് കർഫ്യൂ പ്രഖ്യാപിക്കുന്നത്? പകലല്ലേ ജനങ്ങൾ ഇറങ്ങുകയും ജനങ്ങൾ ഇറങ്ങുകയും ആളുകൾ കോവിഡ് പകരുകയും ചെയ്യുന്നത് രാവിലെയല്ലേ? രാവിലെ ഒരു പ്രശ്നം, രാത്രിയിൽ കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരവ് കേരളത്തിൽ മൊത്തം ഇട്ടു. ബലം എന്തായി? ഞങ്ങൾ ആരുമില്ലാതെ ഇവരെന്തെല്ലാം ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത അവസ്ഥ. അന്ന് ഇത്രയും ദിവസം 40 ദിവസത്തോളം കഴിഞ്ഞിട്ടും ഞങ്ങൾ പെട്ടി തുറക്കുമ്പോൾ 96%, 90%, 99% ബാറ്ററി അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ 40 ദിവസം ഉണ്ടായാൽ ബാറ്ററി ഇത്രയും ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വോട്ട് ചെയ്ത ബാറ്ററി അത്രയും ഉണ്ടാവുമോ? അപ്പോൾ അത് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒന്നും തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കഴിഞ്ഞ പണിയും ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കാറുണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റോ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വീടുകളിൽ എത്താറുണ്ടായിരുന്നോ? ഇത്തവണ ഞങ്ങൾ 5 ഗ്യാരണ്ടി ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി വന്ന് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചു അത് പ്രിൻ്റ് ചെയ്ത് എല്ലാ വീടുകളിലും പോയി പ്രധാന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ പോയി അവരുമായി സംസാരിച്ചു. സ്ത്രീകളോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിതായി തരുന്നു, നിങ്ങൾക്ക് ഇത് ബസ് യാത്ര ഫ്രീ സൗജന്യമാണ്, പെൺകുട്ടികൾക്ക് 1000 രൂപ ഞങ്ങൾ കൊടുക്കാൻ പോകുന്നു, 3000 രൂപയായി ഞങ്ങൾ പിന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ഞങ്ങൾ വകുപ്പ് കൊടുക്കുകയാണ്. അതുപോലെ ഞങ്ങൾ ഇപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 25 ലക്ഷം രൂപ വരെ 5 ലക്ഷം വരെ ഞങ്ങൾ അവർക്ക് പിന്നെ ലോണ് ഇൻട്രസ്റ്റ് ഫ്രീ. അതേപോലെ തന്നെ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ്. ഇതെല്ലാം ഞങ്ങൾ വീടുകളിൽ പോയി അവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇത്തവണ സ്ത്രീകളുടെ വോട്ട് അഭൂതപൂർവമായി വോട്ട് ചെയ്തു കൂടി. അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം 1ാമത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദത്തം ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ നടപ്പാക്കാൻ പോവുകയാണ്. KSRTC നടപ്പാക്കാൻ പോവുകയാണ്. അത് തുടങ്ങി അതിൻ്റെ അതേപോലെ തന്നെ ഞങ്ങൾ ഓരോന്നും ഞങ്ങൾ കൃത്യസമയത്ത് തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് ചരിത്രമാണ്. ഇത് ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ 3 മുതൽ 4 തവണ വരെ എല്ലാ വീടുകളിലും 3 ആഴ്ച കൊണ്ട് ആലോചിക്കണം. അതിനുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ ബൂത്തുകളിൽ എത്തിച്ചു. ആ മെറ്റീരിയൽസ് എത്തിയോ എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. മെറ്റീരിയൽസ് വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മറ്റന്നാൾ മെറ്റീരിയൽ എത്തുമെന്ന് ഓരോ ബൂത്തിലും ഞങ്ങൾ വിവരം കൊടുത്തു. അപ്പോൾ അവർ ഗെറ്റ് റെഡിയാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ വൈകുന്നേരത്തെ കിട്ടുന്നത് രാത്രി ആയിപ്പോയാൽ അപ്പോൾ അവർ എന്നെ വിളിക്കുകയാണ്,
വൈകുന്നേരം നിങ്ങൾ വരാമെന്ന് രാത്രി ആയിപ്പോയല്ലോ, ഇല്ല, പിറ്റേ ദിവസം രാവിലേക്ക് അവർ റെഡിയാണ്. അപ്പോൾ രാത്രി ഞങ്ങൾ മെറ്റീരിയൽ എത്തിയാൽ പിറ്റേ ദിവസം രാവിലെ വീടുകളിൽ എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തുകയും അത് എത്ര എണ്ണം എത്തി, എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന് ഓരോ ദിവസവും ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10 എണ്ണം കൊടുത്തു, എല്ലാം കൊടുത്തു എന്ന് പറയും. പക്ഷേ ഞങ്ങളത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അതെല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നതും തീരുമാനമുണ്ടായി. സ്ലിപ്പ് കൊടുക്കാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. എന്തായാലും ജില്ലയ്ക്ക് 13-ൽ 13 കിട്ടും എന്ന് പ്രഖ്യാപിച്ച് 12 സീറ്റും കിട്ടി. ഒരു സീറ്റ് നമുക്ക് വിട്ടുപോയി. അപ്പോൾ വിട്ടുപോയതിനെക്കുറിച്ചുള്ള ചിന്ത എന്തായിരുന്നു? എങ്ങനെയാണ് ബേപ്പൂർ നമുക്ക് കിട്ടുമായിരുന്നോ, അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തുടങ്ങിയോ? ബേപ്പൂർ 2 കാര്യങ്ങളാണ്. ബേപ്പൂർ CPMന് നല്ല അപ്രമാദിത്വമുള്ള സ്ഥലമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകനാണ്, അടുത്ത മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട് സിറ്റിയിലും കോഴിക്കോട് ജില്ലയിലുള്ള പല CPM നേതാക്കന്മാരും അവിടെ മാസങ്ങളോളം തമ്പടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ബേപ്പൂരിലെ വിജയം. ഞാനൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് അജീഷ് അറിയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ കൈരളി ചാനലിൽ വെച്ചായിരുന്നു. അന്ന് ഞാൻ കോഴിക്കോട് 10 സീറ്റ് ലഭിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞു. അന്ന് കുഞ്ഞിക്കണ്ണനാണ് മറുഭാഗത്തുണ്ടായിരുന്നത്. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് മലർപ്പടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ സീറ്റും ഞാൻ പറഞ്ഞതിൽ കൂടുതൽ 2 സീറ്റ് കിട്ടി. തിരുവമ്പാടി കിട്ടും വിചാരിച്ചില്ല? അല്ല, തിരുവമ്പാടി ഞങ്ങൾ നേരത്തെ കിട്ടും വിചാരിച്ചാണ്. ഞങ്ങൾക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത് മാത്രം 2 സീറ്റുകളാണ്. പക്ഷേ അത് മറ്റു 2 സീറ്റുകളാണ് നമുക്ക് സംശയം ഉണ്ടായിരുന്നത്. അത് നമ്മൾ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ PV അൻവർ അല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന ചിഹ്നത്തിലോ മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള ഒരു ഇപ്പോൾ ഉള്ള ഒരു ചിന്ത അല്ല ചർച്ചയുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യം, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഞാൻ നല്ല കാൻഡിഡേറ്റാണ്. അദ്ദേഹം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പ്രചരണ രംഗത്ത് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാമല്ലോ, പിണറായിയുടെയും മകനും അവരെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കോഴിക്കോട് നോർത്ത് ജയിക്കണമെന്നോ അല്ലെങ്കിൽ സൗത്ത് ജയിക്കണമെന്നോ കുന്നംകുളം ജയിക്കണമെന്നോ CPMന് ഒരു ധാരണയില്ല, ഒരു താല്പര്യമില്ല. അവർക്ക് ആ മേഖലയിലുള്ള ആളുകളെയൊക്കെ വോട്ട് അവിടെ നിന്ന് മാറ്റി 19,000 വോട്ട് അവർ നേരത്തെ ചേർത്തി. ഞങ്ങളത് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം ഉണ്ടായത്. അപ്പോൾ കോഴിക്കോട് സൗത്തിലെയും നോർത്തിലെയും കുന്നംകുളത്തെയും ഒക്കെ ആൾക്കാരെ അവരുടെ പല പേരുകളിലും അവിടെ കൊണ്ട് ചേർത്തി ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ അവർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ മോളും എൻ്റെ മരുമോനും ഒക്കെയാണ് നമുക്ക് മതി എന്നുള്ളതാണ്. ഒരു സീറ്റെങ്കിലും കിട്ടാന്നുള്ള ശ്രമം അവർ നടത്തി, അതിൽ വിജയിച്ചു. അപ്പോൾ ഇനി DC ഇവിടെ ഇപ്പോൾ ജില്ലയിൽ കോൺഗ്രസ്സുകാരൻ നിലയിൽ ഇപ്പോൾ DCC അധ്യക്ഷനെ പുതിയ ആൾ വരുന്നു, അത്തരം ഒരു ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങയുടെ പേര് അതിലുണ്ട്. എന്താണ്, എത്രത്തോളം സാധിക്കും, അല്ലെ അതിനുള്ള എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? നിങ്ങൾക്കറിയാം, പാർലമെൻ്ററി കാര്യത്ത് കോർപ്പറേഷനിൽ പോലും മത്സരിക്കാൻ തീരുമാനിച്ചു പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ തല കൊടുത്തതാണ്. ഞാൻ ഇത്തവണയും എൻ്റെ പോസ്റ്റിന് വേണ്ടി ഞാൻ ഒരിക്കലും ഒന്നും പറയാറില്ല. പക്ഷേ എനിക്ക് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് ഇഷ്ടം. അത് ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് ജില്ലയിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും എന്ത് ഉത്തരവാദിത്തം തന്നാലും ഒരു മടിയും കൂടാതെ എന്നും പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ല, ഞാൻ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭരണരംഗത്ത് ഒരു പോസ്റ്റും ഞാൻ ആവശ്യപ്പെടുകയില്ല. എനിക്ക് സംഘടനാ തലത്തിലാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ആ താല്പര്യം പാർട്ടി അത് അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഏത് പാർട്ടി എന്ത് ദൗത്യം പറഞ്ഞാലും നാളെ പാർട്ടി ഇന്ന ബൂത്ത് പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെ ആയിരിക്കണം കോൺഗ്രസ് പ്രവർത്തിക്കുക. ഇന്നത്തെ ഒരൊറ്റ സിറ്റുവേഷൻ ഞാൻ പറയാം. ഇന്ന് എന്താ ഞങ്ങളുടെ പാർട്ടി ജനങ്ങൾ തന്നിരിക്കുന്ന അംഗീകാരമല്ലേ ഇത്? ആ അംഗീകാരത്തിന് ഉള്ള ഭംഗി കെടുത്തുന്ന പ്രവർത്തനമല്ലേ നമ്മൾ ഉണ്ടാകുന്നത്? ഞങ്ങൾ കാലങ്ങളെ ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ അധികാരം കിട്ടുന്നത്. അന്നൊക്കെ നമ്മൾ എടുത്തൊരു നിലപാട് പാർലമെൻ്ററി പാർട്ടി കൂടി അവരുടെ തീരുമാനങ്ങൾ മനസ്സിലാക്കി, ജനാധിപത്യ രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കലാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. അതിന് മറിച്ച് എനിക്കും ആഗ്രഹമാവാം, താങ്കൾക്കും ആഗ്രഹമാവും. പക്ഷേ ആഗ്രഹം അത് ജനാധിപത്യ രീതിക്ക് പുറത്ത് തെരുവിലേക്ക് വലിച്ചഴിക്കുന്നത് ആരായാലും അത് നല്ല പ്രവണതയല്ല. അതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഒരു ഇറിറ്റേഷൻ മീഡിയ എന്ന് പറയുന്നത് അത് 2 തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഫിനോമിനയും ഒന്ന് ആർട്ടിഫിഷ്യൽ ഫിനോമിനയും. ഇത് ഇപ്പോൾ പലപ്പോഴും ഇവിടെ നടക്കുന്നത് പല ആർട്ടിഫിഷ്യലാണ്. ഞങ്ങളുടെ പാർട്ടി തന്നെ, കോൺഗ്രസ് പാർട്ടി തന്നെ, KPCC തന്നെ ഞങ്ങൾ 11,000-ഓളം സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി, അക്കൗണ്ട് ഉണ്ടാക്കി ഞങ്ങളുടെ നേതാക്കന്മാരെ താറടിക്കുന്നത് ഞങ്ങൾ കാണിച്ച് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ 55 പ്രൊഫൈലുകളുടെ തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കാണുന്നത് എന്താ? ഇതൊക്കെ ആർട്ടിഫിഷ്യലായി ഓരോ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടിരുന്നതിന് അതുകൊണ്ട് CPM ഉണ്ടാകാം അപ്പുറത്ത്.
അപ്പുറത്ത് BJP-ക്കാരുണ്ടാകാം, പാർട്ടിയുടെ ശത്രുക്കളുണ്ടാകാം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ നേതാക്കന്മാർ ഇപ്പോൾ എന്നെക്കുറിച്ചാണ് വരുന്നതെങ്കിൽ ഞാൻ ശക്തമായി അത് തടയണം. ഇല്ല, എന്നെക്കുറിച്ച് പറയുന്നവൻ അവൻ പാർട്ടിക്ക് പുറത്താണ് എന്ന് പറയാനുള്ള ആർജവം ഏത് നേതാവാണോ ആ നേതാവ് കാണിക്കണം. അപ്പോൾ അത് കാണിക്കാതെ ശത്രുക്കൾക്ക് അങ്ങനെ വെറുതെ പറയണ്ട. അത് കാണിക്കാതിരിക്കുന്നുവെങ്കിൽ അത് അവർ കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അത് തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന എല്ലാ പേരുകളും വളരെ പാർട്ടിക്ക് താല്പര്യമുള്ള പേരുകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആയപ്പോഴും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയപ്പോഴും അന്ന് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹിയൊന്നും അല്ലെങ്കിലും VD സതീശൻ ഞങ്ങളുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അന്ന് മുതലേ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച ആളാണ്. ഞങ്ങളൊക്കെ നേതാക്കന്മാർ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം നന്നായി പ്രവർത്തിച്ച വ്യക്തിയാണ്. KSU ഉടമയിലാണെങ്കിൽ ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ഒരു ജനറേഷനിൽ ഞാൻ KSU പ്രസിഡന്റ് ആയപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയും കേരള മന്ത്രിയും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരെയൊക്കെ ഇകഴ്ത്തിക്കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവണത അത് എത്രമാത്രം പാർട്ടിക്ക് ദോഷം. ഈ ശത്രുക്കൾക്ക് വളം ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുപോട്ടെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ്സിലെ 5 MLA-മാരുള്ള ഒരു സുവർണ കാലമാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൽ ആര് മന്ത്രിയാകും, അല്ലെങ്കിൽ ജില്ലയിലൊരു മന്ത്രി ആവശ്യമാണല്ലോ. അങ്ങ് ഇവരിലൊക്കെ പരിഗണിക്കാവുന്ന 2 പേരെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം അതിനുള്ള സാധ്യതകളുണ്ട്? ജില്ലയെ എങ്ങനെ പരിഗണിക്കുന്നു? നിങ്ങൾ ജില്ലയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ജില്ലയിലെ ഒരു അങ്ങനെ ഞങ്ങൾക്ക് കോൺഗ്രസിനെ 9ഓ 10ഓ കിട്ടുള്ളൂ. 14 ജില്ലകളുണ്ട്. അത്ര കാലങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 9ഓ 10ഓ കിട്ടുമ്പോൾ സ്വാഭാവികം എല്ലാ ജില്ലകൾക്കും കൊടുക്കൽ പ്രായോഗികമല്ല. അപ്പോൾ ചിലപ്പോൾ ജില്ലകളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാകും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്വാഭാവിക അർഹനാണ്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജയന്ത് അർഹനാണ്. ശ്രീ KPCC ജനറൽ സെക്രട്ടറി വിദ്യ അർഹയാണ്. അതുപോലെ തന്നെ KSUവിൻ്റെ പ്രസിഡൻ്റായി യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള അബീദ് അർഹനാണ്. അപ്പോൾ ഇവരൊക്കെ അർഹരായ ആളുകളാണ്. പക്ഷേ പാർട്ടി എല്ലാവർക്കും ഇവരൊക്കെ പാർട്ടിയുടെ തീരുമാനത്തിന് കീഴ്പ്പെടുന്നവരാണ്. അങ്ങനെ ഒരു അവകാശവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന ആളുകളൊന്നല്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മലബാറിൽ വ്യക്തമായ മലബാറിൽ ഇത്തവണ നിങ്ങൾ ആലോചിക്കണം. മലബാറിൽ കാസർഗോഡ് 4, 5 കണ്ണൂർ, 3 വയനാട്, കോഴിക്കോട് 13 12, 14 മലപ്പുറത്ത്. അപ്പം വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ സ്വീപ്പാണ്. അത്രയും വിജയം പാലക്കാടും തൃശ്ശൂരും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഉത്തര മലബാറിലെ വിജയം നമുക്ക് അതനുസരിച്ചുള്ള മന്ത്രിസഭ പുനഃസംഘടനയും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളല്ല, ഈ ജില്ലകളുമല്ല. കോൺഗ്രസ് UDF നടത്തിയിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിൽ ജനങ്ങൾ നൽകിയിരിക്കുന്ന, സത്യം പറഞ്ഞാൽ 102 ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് സത്യത്തിൽ അത് ഒലയാതെ അത് കൊണ്ടുപോകണമെന്നുള്ള ഒരു നല്ല ടീം ഉണ്ടാകണം. ഞാനെപ്പോഴും പറയുന്നത് KSU ഉടമയിലായാലും വിഷയത്തിലായാലും VD സതീശനാണെങ്കിലും K മുരളീധരനാണെങ്കിലും അതുപോലെ TC ഉൾപ്പെടെയുള്ള ഒട്ടനവധി നേതാക്കന്മാർ അവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മന്ത്രിസഭ കേരളത്തിനുണ്ടാകും. അത് ഇനി ആദ്യമായി UDFന് കോൺഗ്രസ്സിന് തുടർ ഭരണം ഉണ്ടാകുന്ന ഒരു ഭരണമായി ഇത് മാറണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷം ഒരുപാട് സമരങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നടത്തി, പ്രതികാരത്തോടു കൂടി പെരുമാറി പോലീസ് ഉൾപ്പെടെ. അപ്പോൾ അതിനൊക്കെ ഒരു തിരിച്ച് പ്രതികരണമാണോ, എങ്ങനെയായിരിക്കും അതിനൊക്കെ മറികടക്കുക, അല്ല അതിനോടൊക്കെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ വല്ലപ്പോഴൊക്കെ പറയാറുണ്ട്, ഓരോ അക്രമം നടക്കുമ്പോഴൊക്കെ തന്നെ. ഇതിനൊക്കെ ഏത് രീതിയിലാണ് KPCC എന്ന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് അതിനോട് കാണുന്നത്? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണം നൽകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. 10 വർഷമായി നൽകുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 10 വർഷമായി അഹങ്കാരത്തിൻ്റെ അധികാരത്തിൻ്റെ ആൾരൂപമായി ഈ അക്രമകാരികളായി മാറിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുമെന്നുള്ളത് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും തീർച്ചയായും അത് താല്പര്യമുള്ള മന്ത്രിയായി മാറും. അത് ഘടകകക്ഷികളുടെ മന്ത്രിമാരുൾപ്പെടെ ഒരു ടീമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് UDFും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CPM ജില്ലയിൽ ഒരു ബാങ്ക് ഉൾപ്പെടെയുള്ളതൊക്കെ പിടിച്ചെടുക്കുകയും അതിലൂടെ ഒരു മേധാവിത്വം കാണിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയപരമായിട്ട് അതിനൊക്കെ എങ്ങനെയാണ് ഇനിയുള്ള ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ ഉൾപ്പെടെയുള്ള നേതൃത്വനിരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്? ഗ്രോസ് ഇല്ലീഗാലിറ്റി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ പക്ഷപാതപരം നടത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും.
അതോടൊപ്പം തന്നെ ഞങ്ങളൊന്നും പിടിച്ചെടുക്കാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്നതൊക്കെ അത് ഞങ്ങൾ വെട്ടിയെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് ആ രീതിയിൽ ഇപ്പോൾ ഈ ഇതടക്കം ബാങ്കിൻ്റെ അടക്കം എങ്ങനെയാണ്? നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവരും കണ്ടതല്ലേ, ഒരു ചരിത്രത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എനിക്കടക്കം അന്ന് അടി ഏൽക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അന്ന് മർദ്ദനം ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ട് അങ്ങനെ ഒരു ഫാസിസ്റ്റ് നിലപാടിൽ അക്രമം നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാട് ഞങ്ങൾ അംഗീകരിക്കില്ല. പലർക്കും നീതി കിട്ടും എന്ന് പറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിലാണ് ഒന്ന് ഹർഷി, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും? ഹർഷിനക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഞങ്ങളെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ, അംഗൻവാടി വർക്കർമാരുടെ, സർക്കാർ ജീവനക്കാരുടെ, അതുപോലെ തന്നെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പണം കിട്ടാത്ത ആളുകൾ, ഇവരൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായി താമസമില്ലാതെ ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഭരണം മുന്നോട്ട് നല്ലപോലെ നയിക്കുക എന്ന് മാത്രമല്ല, തുടർ ഭരണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഉണ്ടാകും എന്നാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അഡ്വക്കേറ്റ് PM നിയാസ് നമ്മോടൊപ്പം ഈ ലീഡേഴ്സ് സ്പീക്കിങ്ങിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മോടൊപ്പം സംവദിച്ചു, ചർച്ച ചെയ്തു, ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. വളരെ നന്ദി, നമസ്കാരം.